നമസ്കാരം. എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ കാശുണ്ടാക്കാൻ ആളുകൾ പല തന്ത്രപരമായിട്ടുള്ള വഴികളും ചെയ്തിട്ടുണ്ട്. കാരണം ഇപ്പോൾ പലരും തട്ടിപ്പിനെതിരായിട്ടുള്ള ഒരു സംഗതിയാണ് ഇപ്പോൾ ഞാൻ പറയാൻ പോണത്. ഇന്നിപ്പോൾ ഞാൻ ഏഷ്യാനെറ്റ് ന്യൂസിൽ ഒരു വാർത്ത കണ്ടതാണ്. ഇംഗ്ലീഷ് നോവൽ എഴുതിയിട്ട് അതുവഴി പണം സമ്പാദിക്കുന്ന ഒരു പരിപാടി. അത് പിന്നെ വിദേശ രാജ്യങ്ങളിലുള്ള ഇംഗ്ലീഷ് നോവൽ വേണം കേട്ടോ. ഇവിടെ ഈ ഇന്ത്യ രാജ്യത്തൊന്നും ഉള്ളത് പോരാ. വിദേശ രാജ്യങ്ങളിൽ നിന്ന് വരുന്ന ഇംഗ്ലീഷ് നോവൽ വായിച്ചതിന് ശേഷം നമ്മളങ്ങനെ പണം അടച്ചു കൊടുക്കുക. പണം അടച്ചു കൊടുക്കുമ്പോൾ നമ്മുടെ പണം അങ്ങോട്ട് പോയി കിട്ടും. നമുക്കാകെ മാനസിക നില തെറ്റും. ഇതാണിപ്പോൾ ഉണ്ടാകാൻ പോകുന്നത്. ഞാനേ ഈ പലതരം തട്ടിപ്പുകൾ കേട്ടിട്ടുണ്ട്. പക്ഷേ ഇതുപോലൊരു തട്ടിപ്പ് ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പം തിരുവനന്തപുരത്ത് എവിടെ വിദൂരം എന്ന് പറയുന്നൊരു പോലീസ് സ്റ്റേഷൻ്റെ ആ അതിർത്തിയിലാണ് ഈ സംഭവങ്ങളൊക്കെ ഉണ്ടാകുന്നത്. അതായത് തിരുവനന്തപുരം ജില്ലയുടെ വടക്കൻ മേഖലയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെയാണ് ഈ ന്യൂസിൽ പറയുന്നത്. അങ്ങനെയാണ്. അപ്പോൾ അവിടെ ഒരു സ്ത്രീക്ക് ഇതുപോലെ തന്നെ 25,000 രൂപ നഷ്ടമായെന്ന് പറയുന്നത്. 25,000 അല്ല, പല പ്രാവശ്യമായിട്ട് 69,300 രൂപ നഷ്ടമായിട്ടുണ്ട്. അപ്പോൾ ആദ്യം അതൊക്കെ ഇവർ പൈസ അടച്ചു കൊടുക്കും. അടച്ചു കൊടുക്കുമ്പം ഇവർക്ക് അതനുസരിച്ച് ഇങ്ങോട്ട് പൈസ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ ആൾക്കാർക്ക് എല്ലാവർക്കും വിശ്വാസമായി. ഒരുപാട് ആളുകളെ നടത്തിയിട്ട്, ഒരുപാട് ആളുകളെന്ന് പറഞ്ഞാൽ 100-100 ആളെ എങ്ങാണ്ട് ഇതിനകത്ത് ചേർത്തിട്ടുണ്ട്. NTL എന്ന് പറയുന്ന ഒരു ആപ്പാണ്. അപ്പം കാശ് നഷ്ടപ്പെട്ടതിന് ശേഷം ഇവർ കംപ്ലയിൻറ്റ് പോലീസ് സ്റ്റേഷനിൽ എവിടെയെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അതിനെപ്പറ്റി ഇവരോട്ട് ചോദിക്കുന്നതിന് ചെയ്തു കഴിഞ്ഞാൽ ഇവർ ഭീഷണിപ്പെടുത്തും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇവരുടെ ഭീഷണിയൊക്കെ ഭയങ്കര കേട്ടോ. പക്ഷേ പോയവന് പോയി എന്ന് പറയാം. കാരണം ആ സ്ത്രീയുടെ സംസാരിക്കുന്ന ഒരു വ്യക്തമായിട്ടുള്ള വീഡിയോ കിട്ടിയിട്ടുണ്ട്. അത് പക്ഷേ അത് ബ്ലർ ചെയ്തിരിക്കുകയാണ്. കാരണം അവരുടെ മുഖം ക്ലിയറായിട്ട് കാണിക്കുന്നില്ല. വേറെ 2-3 ആളുകൾ സംസാരിക്കുന്നുണ്ട് ഏഷ്യാനെറ്റ് ന്യൂസിലോട്. അപ്പോൾ അവരും പറഞ്ഞ സമാനമായ തട്ടിപ്പ് ഉണ്ടായിട്ടുണ്ട്. അതുപോലെ അവിടെ പോലീസ് സ്റ്റേഷനിലെ പോലീസുകാർ SI എന്ന് തോന്നുന്നു, അദ്ദേഹം സംസാരിക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള പല തട്ടിപ്പും അവിടെ ചെന്നിട്ടുണ്ട്. അപ്പം 69,300 രൂപ പോയെന്നാണ് അദ്ദേഹം പറയുന്നത്. ഈ സ്ത്രീയുടെ മാത്രമല്ല, ഇവർ പല ആളുകളെയും ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇനിയെങ്കിലും ഇങ്ങനെയുള്ള തട്ടിപ്പിൽ ആരും പെടാതെ നോക്കുക. കാശൊന്നും കൊടുത്ത് ആരും നോവൽ വായിച്ചിട്ട് പൈസ ഇങ്ങോട്ട് ഉണ്ടാക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വളരെ പൊട്ടത്തരമാണ്. അതിപ്പോൾ ഈ ഒരു പ്രശ്നമല്ല, കാശ് കൊടുക്കുന്ന എന്തൊരു പരിപാടിയാണെങ്കിലും അത് വളരെ തട്ടിപ്പാണ്. മനസ്സിലായില്ലേ? എനിക്കുണ്ടായ ഒരു അനുഭവം ഞാൻ പറഞ്ഞുതരാം. എനിക്ക് സിനിമയിൽ അഭിനയിക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ആഗ്രഹമുള്ള ഒരാളായിരുന്നു. അപ്പോൾ അങ്ങനെ ഞാൻ പല സ്ഥലത്തും പോവും. അവിടെ നിന്നൊക്കെ എന്തെങ്കിലും കാരണം പറഞ്ഞ് ഒഴിവാക്കി വിടും നമ്മളെ. അങ്ങനെ തിരുവനന്തപുരത്ത് കല്ലമ്പലത്ത് ഞാൻ പോയി. അവിടെ ഒരു ഓഫീസുണ്ട്. അപ്പോൾ തലേ ദിവസം ഞാൻ വിളിച്ചു പറഞ്ഞു, പത്രത്തിൽ കണ്ട് വിളിച്ചു. അത് ധൈര്യമായിട്ട് പോരാൻ പറഞ്ഞു. അങ്ങനെ തിരുവനന്തപുരത്ത് ഈ കല്ലമ്പലത്താണെന്ന് എനിക്കറിയത്തില്ല. അത് തിരുവനന്തപുരത്ത് നിന്ന് ഒരു 10-30 കിലോമീറ്റർ ഇപ്പുറത്താണെന്ന് തോന്നുന്നു ഈ കല്ലമ്പലം എന്ന് പറയുന്ന സ്ഥലം. എന്തായാലും തിരുവനന്തപുരത്ത് തമ്പാനൂർ പോയി ഞാൻ ബസ് ഇറങ്ങിയതിന് ശേഷം ഞാൻ അവിടെ റൂമൊക്കെ എടുത്ത് അടിപൊളി AC റൂമൊക്കെ എടുത്ത് ഇങ്ങനെ താമസിക്കുകയാണ്. കാരണം 5,000 രൂപ എന്തോ കയ്യിലുണ്ടായിരുന്നു ആകെ. അതുമായിട്ടാണ് ഞാൻ പോകുന്നത്. കാരണം പിറ്റേ ദിവസം രാവിലെ എന്തായാലും സിനിമാ നടനാകുന്നുള്ള ഉറപ്പാണ്. പിന്നെ നമ്മുടെ ലോകം മുഴുവൻ അറിയും. സെബാസ്റ്റ്യൻ എന്ന് പറയുന്നൊരു സിനിമാ നടനെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ ആളുകൾ കൈ കൊട്ടിച്ചിരിക്കും. ഒരു പുതുമുഖം അഭിനയം സൂപ്പറാണെന്നുണ്ടെങ്കിൽ ആ പുതുമുഖത്തെ ആളുകൾ അഭിനന്ദിക്കും. അപ്പോൾ വലിയൊരു സിനിമാ നടനാകും, സിനിമ അഭിനയിച്ച് ഞാൻ കുറേ കാശുണ്ടാക്കും എന്നൊക്കെയുള്ള ഒരു വിചാരമുണ്ട് എനിക്ക്. പക്ഷേ പിറ്റേ ദിവസം രാവിലെ വിളിച്ചു ചോദിച്ചപ്പോൾ പറഞ്ഞു, നിങ്ങൾ തിരുവനന്തപുരത്താണോ? ഇത് കല്ലമ്പലത്താണ്, നിങ്ങൾ അവിടെ നിന്ന് നേരെ പോരാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ അവിടുന്ന് ട്രെയിന് എന്തോ കയറി ശിവഗിരി എന്ന് പറയുന്ന സ്ഥലത്താണ് ഇതിൻ്റെ ഓഫീസെന്ന് തോന്നുന്നു. അവിടെ പോയി ഇറങ്ങി ട്രെയിൻ കയറിയിട്ട്. അങ്ങനെ അവിടെ ചെന്നു.
അവിടെ ചെന്ന് കഴിഞ്ഞപ്പം അവിടെ ഇൻ്റർവ്യൂ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ അവിടെ ചെന്നിരിക്കുകയാണ്. കാരണം ഇപ്പോൾ സിനിമ നടനാകുകയെ ഇപ്പോൾ സിനിമ നടനാകും. കാരണം വെള്ളിത്തേരെ 4 ആൾ അറിയും എന്ന് കരുതി ഞാനിങ്ങനെ അവിടെ ഇരിക്കുകയാണ്. അങ്ങനെ അവസാനം എന്നെ വിളിച്ചു. ഞാൻ കയറി ചെന്നതിന് ശേഷം എന്നോട് ഇൻ്റർവ്യൂ ഒക്കെ പറഞ്ഞു. ഇന്ന പോലെയൊക്കെയാണ് കാര്യങ്ങൾ. അത് കഴിഞ്ഞിട്ട് എന്നോട് പറഞ്ഞു 1-2 ഡയലോഗ് പറയണം. ഞങ്ങൾ അഭിനയിക്കാൻ പോണ ഇപ്പോൾ ഷൂട്ടിങ് നടക്കുന്ന സിനിമയുടെ ഡയലോഗ് പറഞ്ഞു തരണം. ആ സിനിമ പകുതിക്ക് നിർത്തി വെച്ചിരിക്കുകയാണ്. എന്തിനാണെന്നറിയോ? പുതിയ ആൾക്കാരെ കിട്ടണം, പുതിയ നടന്മാരെ കിട്ടണം. അപ്പം ഞാൻ ഡയലോഗൊക്കെ എന്നോട് പറയാൻ പറഞ്ഞു. അവരാദ്യം ഒരു പ്രാവശ്യം പറഞ്ഞു തന്നു. ഞാൻ അതുപോലെ തന്നെ പറഞ്ഞതിൻ്റെ ശേഷം ഞാനെന്ത് ചെയ്തു? കഴിച്ചിലായി, രക്ഷപ്പെട്ടു. ഇപ്പോൾ തന്നെ ഷൂട്ടിങ്ങിന് ലൊക്കേഷനിലോട്ട് പോകും എന്ന് കരുതി ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ എന്നോട് പറഞ്ഞേ, നിങ്ങൾക്ക് അത്യാവശ്യം അഭിനയിക്കാനൊക്കെ പറ്റുകയൊക്കെ ചെയ്യും, പക്ഷേ എന്താണെന്നറിയോ? 5000 രൂപ ഉടനെ വേണം. ഞാൻ ചോദിച്ചു 5000 രൂപയോ? 5000 രൂപ. ഞാൻ ചോദിച്ചാൽ സിനിമ അഭിനയിക്കുന്നതിന് 5000 രൂപ അങ്ങോട്ട് പോകണം. സാധാരണ സിനിമ അഭിനയിച്ച് ഇങ്ങോട്ടാണല്ലോ പൈസ കിട്ടുന്നത്. എന്നോട് പറഞ്ഞാൽ 5000 രൂപ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ റോള് തരാൻ പറ്റുള്ളൂ. ഞാൻ പറഞ്ഞു ഞാനൊന്ന് ആലോചിക്കട്ടെ എന്ന് പറഞ്ഞു. ഞാൻ അടുത്ത ബസ്സിന് ഇങ്ങോട്ട് പോകുന്നു കേട്ടോ. ഞാൻ പിന്നെ വിവരം അറിയിക്കാമെന്ന് പറഞ്ഞു. അപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 5000 രൂപ വാങ്ങിക്കഴിഞ്ഞാൽ അതോടെ അവൻ്റെ അധോഗതി, അവൻ്റെ കാര്യം ഗോവിന്ദയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ 5000 രൂപ ഇവരുടെ പോക്കറ്റിലാവും. ഈ പൈസ ആയിട്ട് ഇവർ പുട്ടടിക്കും. സിനിമയില്ല, പിന്നെ ഷോർട്ട് ഫിലിമും ഉണ്ടാകത്തില്ല, ആൽബം ഉണ്ടാകത്തില്ല, ഒന്നിലും അഭിനയിക്കത്തില്ല. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിനിമയുടെ പേരിലും തട്ടിപ്പുണ്ട്, ലോണിൻ്റെ പേരിൽ തട്ടിപ്പുണ്ട്. അപ്പോൾ ഇങ്ങനെ കുറേ ആളുകൾ ഇറങ്ങുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ വ്യക്തമായ ധാരണ എന്താണെന്ന് എനിക്കറിയണം. ഈ 5000 രൂപ ചോദിച്ചപ്പോൾ എനിക്കൊരു സംശയം ഉണ്ടായിരുന്നത് പൈസ കൊടുക്കുന്ന പരിപാടിയാണ്. ഇത് വെറും തട്ടിപ്പാണ്. കാരണം 5000 രൂപ ഇവന് ഞാൻ കൊടുത്തു കഴിഞ്ഞാൽ ഇവൻ പിന്നെ നമ്മളെ വിളിക്കത്തില്ല. ഇവർ 3-4 ആളുകളുണ്ട്, ഒരു പെണ്ണടക്കമുണ്ട് അവിടെ. ഈ പെണ്ണാണെന്ന് തോന്നുന്നു എല്ലാവർക്കും ഇൻ്റർവ്യൂ കൊടുക്കാനായിട്ടുള്ള സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പം ഞാൻ അവിടെ നിന്ന് പോന്നു. ഞാനൊന്ന് ആലോചിച്ചിട്ട് പറയുന്നു ഒക്കെ പറഞ്ഞിട്ട് പോന്നു. ഞാൻ വീട്ടിൽ വന്നിട്ട് ആരോടും പറഞ്ഞിട്ട് ഇങ്ങനെ പോയ വിവരവും ഞാൻ പറഞ്ഞിട്ടില്ല. അപ്പോൾ അങ്ങനെ ചില ഓരോ തട്ടിപ്പിൽ പെടും, മനസ്സിലായില്ലേ? അപ്പോൾ അത് കരുതുക. അത് കരുതി നല്ലോണം കരുതിയിട്ട് വേണം വിചാരിക്കണം, ഓർമ്മ വേണം. എപ്പോഴും നമ്മുടെ പൈസ പോകും. നമ്മളെ പറ്റിക്കാനായിട്ട് ആളുകൾ വരുന്നുണ്ട്. ഇവൻ്റെ പോക്കറ്റിൽ പൈസ നിറഞ്ഞു കഴിഞ്ഞാൽ ഇവന് പൈസയും വേണ്ട, ഒന്നും വേണ്ട. ഇവൻ നല്ലോ നമ്മളെ കബളിപ്പിച്ചിട്ടുണ്ടാവും, മനസ്സിലായില്ലേ? ശരിയെന്നാ നിർത്തുന്നു. ഓക്കെ, ബൈ.